എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 27ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മില്ലറ്റ് സീരീസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാജ്ര, കമ്പ് എന്നൊക്കെ വിളിക്കുന്ന പേൾ മില്ലറ്റിനെ കുറിച്ചാണ്. സാധാരണ മില്ലറ്റിനേക്കാൾ അല്പം വലുപ്പം കൂടിയവയാണ് പേൾ മില്ലറ്റ്. ആദ്യം നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം കുക്ക് ചെയ്തിട്ടുള്ള പേൾ മില്ലറ്റിൽ 120 മുതൽ 130 കിലോ കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. 25 മുതൽ 28 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റും 3 മുതൽ 4 ഗ്രാം വരെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ് 1 ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ 1.5 മുതൽ 2 ഗ്രാം വരെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് എടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം 8 മുതൽ 10 മില്ലിഗ്രാം, അയൺ 2 മുതൽ 2.5 മില്ലിഗ്രാം, മഗ്നീഷ്യം 35 മുതൽ 40 മില്ലിഗ്രാം, ഫോസ്ഫറസ് 70 മുതൽ 80 മില്ലിഗ്രാം, പൊട്ടാസ്യം 90 മുതൽ 100 മില്ലിഗ്രാം, സിങ്ക് 1 മില്ലിഗ്രാം തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തയമിൻ, നയാസിൻ, ഫോളേറ്റ് തുടങ്ങിയ ബി വൈറ്റമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പേൾ മില്ലറ്റിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. പ്രമേഹ രോഗികൾക്ക് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് പേൾ മില്ലറ്റ് അഥവാ ബാജ്ര. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ചോറിനേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ തന്നെ കുറവാണ് എന്നുള്ളതാണ്. കൂടാതെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പതിയെ മാത്രമേ ഇതിന്റെ ദഹനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ പതിയെ മാത്രമേ കൂടുകയുള്ളൂ. രണ്ടാമത്തത് ഇത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്തിട്ട് അത് നോർമലൈസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ നയാസിൻ അഥവാ വൈറ്റമിൻ B3 അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ഇത് കൂടാതെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇത് വെയിറ്റ് ലോസിന് സഹായിക്കും എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം ഇതിൽ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും വളരെയധികം കുറവാണ്. അതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും പെട്ടെന്ന് നമുക്ക് കൂടില്ല. ഇനി നാലാമതായിട്ട് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ ധാരാളമായിട്ട് കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഇവ അടങ്ങിയിട്ടുണ്ട്. ഇവ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല രീതിയിൽ ബലം പ്രദാനം ചെയ്യുന്നു. അതുകൂടാതെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ, തേയ്മാനം എല്ലാം പരിഹരിക്കാനും സഹായിക്കുന്നു. അഞ്ചാമതായിട്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകളാണ്. ഈ ഫൈബറുകൾ നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാവുകയും അതുവഴി നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യവും അതേപോലെ രോഗപ്രതിരോധ ശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഫ്ലേവനോയിഡ്സും പോളിഫിനോൾസും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസും ഒക്കെ തന്നെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും അതുവഴി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. ആറാമതായിട്ട് ഇത് വിളർച്ച അഥവാ അനീമിയ പരിഹരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം ഇതിൽ അയണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇവ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുകയും വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് പേൾ മില്ലറ്റിന്റെ എടുത്തു പറയാനുള്ള ഗുണങ്ങൾ. ഇത് കഴിക്കാൻ അത്യാവശ്യം രുചിയുള്ള ഒരു മില്ലറ്റാണ്. നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു മില്ലറ്റാണ്. എന്നിരുന്നാലും ഇതിൽ ചോറിനേക്കാളേറെ കാലറീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് പകരം വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് മാത്രമല്ല ഇതിൽ ഫൈബറുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ദഹന പ്രശ്നങ്ങളും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം. സോ ഇത്രയൊക്കെയാണ് പേൾ മില്ലറ്റിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു, 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. രാവിലെ മാത്രമല്ല വൈകിട്ടും സൂംബ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് 1 ആപ്പിളും 2 പുഴുങ്ങിയ മുട്ടയും 5 ബദാമും 5 പിസ്തയുമാണ്. കുടിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇട്ട വെള്ളമാണ് കൊണ്ടുപോയത്. ഉച്ചയ്ക്ക് 1 കക്കിരിയും 1 കഷ്ണം സ്വീറ്റ് കോണും കഴിച്ചു. വൈകിട്ട് 2 റാഗി ദോശയും ചിക്കൻ കറിയും കഴിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.